ഞാൻ ഒരു കച്ചനെ വിളിച്ചിട്ട് തരാം. ഹായ്. ഹലോ ആ എന്തല്ലാ സുഖം തന്നെ. സുഖല്ലേ? ആ എക്സാം എല്ലാം എങ്ങനാ? ആ കഴിഞ്ഞ് സൂപ്പർ. അതെയോ? പിന്നെ പിന്നില്ല അച്ഛാ, ഞാനെന്തിനാ വിളിച്ചേന്നറിയാ? ആ എന്റെ ഫ്രണ്ട്സ് എല്ലാം അച്ഛൻ്റെ അപ്പുറം ഇങ്ങനെ ഊട്ടിയിലും കൊടൈക്കനാലിലും ബാംഗ്ലൂരിലെല്ലാം പോകുന്നുണ്ട്. അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് ഇങ്ങനെ പറയും, എന്നിട്ട് ഇവിടെ വരുമ്പോ അച്ഛന് സമയമൊന്നും ഉണ്ടാവില്ല നമ്മളെ ആക്കി. അത് പോകാം. അത് ഇപ്രാവശ്യം വന്നല്ല എന്തായാലും പോകാം ചെയ്യേ കേട്ടോ. അച്ഛൻ അപ്പോഴും ഇതന്നെയല്ലേ പറഞ്ഞേ? അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എന്താന്ന് പറയാ, ചെറിയ ലീവിനല്ലേ വന്നേ, അപ്പൊ അതുകൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത്. ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാല് എന്തായാലും നമുക്ക് പോവാം. എനിക്ക് എവിടെയാന്ന് വെച്ചാല് ബാംഗ്ലൂർ വേണമെങ്കിൽ ബാംഗ്ലൂർ പോകാം. എനിക്ക് എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാല് പോകാം. ഓക്കെ, ഇപ്രാവശ്യം ലീവിന് എന്തായാലും പോവാം. ഓക്കെ. ചേച്ചി എവിടെയുള്ള? ചേച്ചി ഇവിടുന്ന് പഠിക്കുന്നതാണ്. അതെയാ? ഹായ്. അമ്മയോ? അമ്മ അന്ന് തുണി മണിക്കുന്നു. എന്നാ ഞാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കേ. ബൈ. ഹായ്. ഹലോ. ഞാനിത് ഇപ്പൊ പെട്ടിയെല്ലാം കെട്ടിട്ട് ആ ഒരു ക്ഷീണത്തിലൂടെ കടന്നിട്ടേ ഉള്ളൂ. അച്ഛന് ഉറപ്പല്ലേ നമ്മക്ക് ടൂർ പോവാൻ പറ്റുന്നേ? ആടി ഉറപ്പാണ്. ഉറപ്പാ. കഴിഞ്ഞ പ്രാവശ്യം പോലെ ആക്കില്ല ഞാൻ, എന്തായാലും ഉറപ്പാണ്. ഇപ്രാവശ്യം എന്തായാലും പോകും. എന്റെ ഫ്രണ്ട്സ് എല്ലാം കളിയാക്കുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് നമ്മള് ടൂറൊന്നും പോയിട്ടില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം എന്തായാലും പോവാം. ഓക്കെ, സമാധാനായിരിക്കെ. ഞാൻ 2 ദിവസം കൊണ്ട് വരും. എന്നിട്ട് നമുക്ക് ടൂറെല്ലാം പോകാം കേട്ടോ. ഓക്കെ, ബൈ. ബൈ. ഹായ്. എന്തെല്ലാം ശരിയാ? എന്നാലും എൻ്റെ അച്ഛ എല്ലാവരെയും പോലെ അച്ഛൻ്റെ കൂടെ കളിക്കാനും അച്ഛൻ്റെ സ്കൂട്ടറിൽ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനും ഒക്കെ എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. എല്ലാ കുട്ടികളെയും പോലെ ഒരു വെക്കേഷൻ ടൈമിൽ ടൂർ പോകാനും ഞാനും ആഗ്രഹിക്കാറുണ്ട്. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെക്കാളും അച്ഛൻ്റെ കൂടെയുള്ള ഓരോ നിമിഷങ്ങളാണ് പ്രവാസിയുടെ മകളായതുകൊണ്ട് എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഞങ്ങൾക്കു വേണ്ടി എല്ലാ സന്തോഷങ്ങളും ഉപേക്ഷിച്ച് ഒരു പ്രവാസി ആയപ്പോൾ എനിക്ക് നഷ്ടമായത് അച്ഛൻ്റെ കൂടെയുള്ള എൻ്റെ കുട്ടിക്കാലമാണ്.